താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു കുട്ടി ഉയർന്ന ജാതികളിൽ ഉള്ള ആളുകൾ മാത്രം കുടിക്കുന്ന പൂട്ടിൽ നിന്ന് വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടായി ആ കുട്ടിയെ ഉപദ്രവിച്ച ഒരു സംഭവം നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ഉള്ളതുകൊണ്ട് മാത്രം ഇപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എഡ്യൂക്കേഷനെ കുറിച്ചും ഡിസ്ക്രിമിനേഷനെ കുറിച്ചും അതുപോലെ തന്നെ അൺടച്ചബിലിറ്റിയെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരു സിനിമയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സിനിമയുടെ പേര് ഗുഡ്ലി ലഡ്ഡു എന്നാണ്. പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും ആ ഒരു പഠനം നിഷേധിക്കപ്പെടുന്ന രണ്ട് കുട്ടികളാണ് ഗുഡ്ലിയും ലഡ്ഡു. താഴ്ന്ന ജാതിയിൽ പിറന്നുപോയി എന്ന ഒരു കാരണം കൊണ്ട് മാത്രമാണ് അവർക്ക് എഡ്യൂക്കേഷൻ നിരസിക്കപ്പെടുന്നത്. ഹെഡ് മാസ്റ്ററിന് ഉണ്ടാവുന്ന ഒരു സിമ്പതിയാണ് ഈ സിനിമയുടെ ടേണിംഗ് പോയിന്റ്. പക്ഷെ അദ്ദേഹത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങോട്ട് ഡെവലപ്പ് ആവുന്ന ഒരു സ്റ്റോറിയാണ് ഈ സിനിമ പറയുന്നത്. ആ കുട്ടികൾക്ക് എഡ്യൂക്കേഷനുള്ള അവസരം ലഭിക്കുമോ എന്നുള്ളതാണ് ഈ സിനിമയുടെ കഥ. സിനിമയുടെ പോസിറ്റീവിലേക്ക് വരികയാണെങ്കിൽ ധനേഷ് സേത്ത് എന്ന് പറയുന്ന ചൈൽഡ് ആക്ടറിന്റെ മികച്ചൊരു പ്രകടനമാണ് ഈ ഒരു സിനിമ ഓഫർ ചെയ്യുന്നത്. കാരണം ആ ഒരു ക്യാരക്ടർ എവിടെയെങ്കിലും പാളിപ്പോയാൽ സിനിമ മൊത്തത്തിൽ പാളും. പക്ഷെ വളരെ നല്ല രീതിയിലാണ് ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ സിനിമയിലെ പെർഫോമൻസസ് വന്നിരിക്കുന്നതും. മെയിൻലി ഈ ഒരു ധനേഷ് സേത്തിന്റെ പ്രകടനമാണ് എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ സുബ്രത് ദത്ത, സഞ്ജയ് മിശ്ര, അതുപോലെ തന്നെ കല്യാൺ മുലായ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റുകളുടെ മികച്ച പ്രകടനം സിനിമ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ഒരു സിനിമയിൽ ഇഷാന്ത് ഖാന്റെ ഡയറക്ഷൻ, എക്സിക്യൂഷൻ, അതുപോലെ തന്നെ ഗണേഷ് പണ്ഡിത്തിന്റെയും ശ്രീനിവാസ് അബ്ദുളിന്റെയും സ്ക്രീൻ പ്ലേയും സ്റ്റോറിയും ഒക്കെ തന്നെയാണ് മികച്ചു നിന്നത്. കാരണം ഈ ഒരു സിനിമയിലെ സ്റ്റോറി അത്രയ്ക്കും കണ്ടന്റ് പറയുന്നതാണ്. അത് വളരെ നല്ല രീതിയിൽ സ്ക്രീനിൽ എത്തിക്കണമെങ്കിൽ പെർഫോമൻസസും എക്സിക്യൂഷനും സ്ക്രീൻ പ്ലേയും എല്ലാം തന്നെ ഉയർന്നാലേ പറ്റൂ. അതെല്ലാം തന്നെ ഈ സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. സിനിമയുടെ വേറൊരു പോസിറ്റീവ് സിനിമയുടെ മ്യൂസിക് ഡയറക്ഷനാണ്. ഇമോഷണൽ സീക്വൻസസിലൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വളരെ നന്നായിരുന്നു.